ഹായ് ഹലോ PSC ക്യാപ്സ്യൂൾ ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. തിയോഡോർ റൂസ്വെൽറ്റിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ്. ഓർക്കുക, വഴിവിളക്കുകൾക്ക് വെളിച്ചം തരാൻ മാത്രമേ കഴിയൂ, നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇന്ന് തന്നെ തുടങ്ങുക. ബൈ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. സാമൂഹികവും സാമ്പത്തികവും മതപരവും സൈനികപരവും ഭരണപരവുമായ വിവിധ കാരണങ്ങളാണ് 1857 മഹത്തായ കലാപത്തിലേക്ക് വഴിതെളിയിച്ചത്. 1848 ഡൽഹൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമമായിരുന്നു കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്ന്. 1848 ദത്തവകാശ നിരോധന നിയമം ആരാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ ഡൽഹൗസിയാണ്. അത് ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത്, നമ്മൾ ദത്തെടുക്കുന്നത്, ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത് നമ്മൾ ഹൗസിലേക്കാണല്ലോ. അപ്പോൾ ദത്തവകാശ നിരോധന ഡൽഹൗസി അങ്ങനെയാണ് ഓർത്തു വെച്ചത്. അത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. അതുപോലെ തന്നെ 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, അതുപോലെ തന്നെ 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമവും വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയും കലാപത്തിലേക്ക് വഴി തുറക്കാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം നാട്ടുരാജ്യങ്ങളുടെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്, മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷ് കാട്ടിയ അനുകൂല മനോഭാവം, തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, ഇതെല്ലാം എന്തിനു കാരണമായിട്ടുണ്ട്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഈ കാരണങ്ങളെല്ലാം വഴി തെളിയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള പെട്ടെന്നുള്ള കാരണം 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയതാണ്. ഇന്ത്യൻ സൈനികർ എന്തുകൊണ്ടായിരിക്കാം പുതിയ തോക്കിനെ എതിർക്കാൻ കാരണം? തോക്കിലെ വെടിയുണ്ടകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന കിംവദന്തി പരന്നതിനെ തുടർന്നാണ് സൈനികർ എതിർത്തത്. വിവാദമായ തോക്കും തിരകളും ഉപയോഗിക്കാൻ സൈന്യത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിസമ്മതിച്ചു. കാരണം പശുവിനെ ഹിന്ദുക്കൾ അവരുടെ വിശിഷ്ട മൃഗമായും പന്നികളെ മുസ്ലിങ്ങൾ നികൃഷ്ട മൃഗമായും കരുതിയിരുന്നു. ഭടന്മാർക്ക് വെടിയുണ്ടകൾ തോക്കിൽ നിറയ്ക്കുന്നതിന് മുൻപ് അവ പല്ലുകൊണ്ട് ഒരറ്റത്ത് കടിച്ചു പിടിച്ച് വേണം തോക്കിലേക്ക് നിറയ്ക്കാൻ. കൊഴുപ്പ് ഉപയോഗിച്ചുള്ള കടിച്ചു തുറക്കേണ്ടിയിരുന്ന തിരയും മറ്റും ഉപയോഗിക്കുന്നത് തങ്ങളുടെ മതവികാരത്തിനും ആത്മാഭിമാനത്തിനും എതിരാണെന്ന് ഇന്ത്യൻ സൈനികർ പ്രഖ്യാപിച്ചു. 1857 മഹത്തായ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഇതാണ്. പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവ്വം സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1857 ജനുവരിയിലാണ്. 1857 മഹത്തായ കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി, ആദ്യത്തെ കലാപകാരി എന്നൊക്കെ അറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1857 മെയ് 10-നാണ്. എവിടെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിലാണ്. 1857 മെയ് 10-ന് മീററ്റിലാണ് ലഹള ആദ്യമായി ആരംഭിച്ചത്. മീററ്റിൽ ലഹള ആരംഭിച്ചതിനെ തുടർന്ന് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലഹളക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ ഡൽഹിയുടെ പിടിച്ചടക്കൽ സഹായകമായി. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ. ജോൺ നിക്കോൾസന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം 1857 സെപ്റ്റംബറിൽ ഡൽഹി തിരിച്ചുപിടിച്ചു. 1857 സെപ്റ്റംബറിലാണ് ഡൽഹി പിടിച്ചെടുത്തത് ജോൺ നിക്കോൾസൺ. അപ്പോൾ ജോൺ നിക്കോൾസന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം 1857 സെപ്റ്റംബറിൽ ഡൽഹി തിരിച്ചുപിടിച്ചു. ബഹദൂർ ഷാ രണ്ടാമനെ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്ന് പിടികൂടാൻ നേതൃത്വം കൊടുത്തത് വില്യം ഹോഡ്സൺ ആണ്. ആരാണ്? വില്യം ഹോഡ്സൺ. വില്യം ഹോഡ്സന്റെ നേതൃത്വത്തിലാണ് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടിയത്. എവിടെ വെച്ചാണ് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടിയത്? ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നുമാണ് പിടികൂടിയത്. അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രനെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നത് വില്യം ഹോഡ്സൺ ആണ്. വില്യം ഹോഡ്സൺ ആണ് ബഹദൂർ ഷാ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രനെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തി. അപ്പോൾ അതിനുശേഷം സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളെ കൊല ചെയ്യാനുണ്ടായത്. ബ്രിട്ടീഷുകാർ സാധാരണ ആളുകളെ കൊല ചെയ്തു. അതിന് സാക്ഷിയായിട്ടുള്ള പ്രശസ്തനായ ഉറുദു കവിയാണ്
മിർസ ഗാലിബ്. പ്രശസ്തനായ കവിയുടെ ഉറുദു കവിയുടെ പേരാണ് മിർസ ഗാലിബ്. ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടികൂടിയതിന് ശേഷം അവരെ നാട് കടത്തുകയാണ് ഉണ്ടായിരുന്നത്. നാട് കടത്തിയത് എവിടേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റങ്കൂണിലേക്കാണ് നാട് കടത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് നടത്തിയ സ്ഥലമാണ് റങ്കൂൺ. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരണമടഞ്ഞ വർഷം 1862 ആണ്. 1862 റങ്കൂണിൽ വെച്ച് ബഹദൂർ ഷാ രണ്ടാമൻ മരണമടഞ്ഞു. അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കൂണിൽ തന്നെയാണ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കൂണിൽ തന്നെയാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പിന്നെ അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ ചിഹ്നം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ താമരയും ചപ്പാത്തിയും ആയിരുന്നു. താമരയും ചപ്പാത്തിയും അവരെ കോൺവെർസേഷൻ നടന്നിരുന്നത് ചപ്പാത്തിയിലൂടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. 1857 വിപ്ലവത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് ശിപ്പായി ലഹള എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ നൽകിയ പേര് ശിപ്പായി ലഹള എന്നായിരുന്നു. അതുപോലെ തന്നെ ജോൺ ലോറൻസ്, ജോൺ സിലീം, GB മല്ലിസൺ എന്നിവരൊക്കെയാണ് ശിപ്പായി ലഹള എന്ന് പറഞ്ഞത്. പിന്നെ ഡേവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. ഡേവിൾസ് വിൻഡ് അതായത് ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. 1857 കലാപം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. കലാപം രാജ്യവ്യാപകമായിരുന്നില്ല. സിന്ധ്, രാജസ്ഥാൻ, കിഴക്കൻ ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിൽ ഇത് ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കലാപം ബംഗാളികളായ സൈനികർക്കിടയിൽ മാത്രം ഒതുങ്ങി. മദ്രാസിലെയും ബോംബെയിലെയും സൈനികർ കലാപത്തിൽ പങ്കുചേർന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാരണം കലാപം ദേശീയ സ്വഭാവമുള്ളതായിരുന്നില്ല. ബഹദൂർ ഷായുടെ നേതൃത്വത്തിലുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം പേഷ്വയെ അനുകൂലിച്ച ഒരു വിഭാഗത്തിന് തീരെ സ്വീകാര്യമായിരുന്നില്ല. കലാപത്തിന് സുസംഘടിതമായ നേതൃത്വമോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതികളോ ഉണ്ടായിരുന്നില്ല. മികച്ച നേതൃത്വത്തിൻ്റെ അഭാവം പ്രധാന പരാജയ കാരണമായി. അതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. പഴഞ്ചൻ യുദ്ധോപകരണങ്ങളായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതേസമയം സാങ്കേതിക മേന്മ, വിഭവശേഷി, ശക്തരായ സൈനിക നേതൃത്വം അതെല്ലാം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ബ്രിട്ടീഷ് സേനയിലെ പകുതിയോളം ഇന്ത്യൻ ഭടന്മാർ കലാപത്തിൽ നിന്ന് വിട്ടുനിന്നത്. വിട്ടുനിൽക്കുക മാത്രമല്ല, സ്വന്തം ജനങ്ങൾക്കെതിരെ പോരാടുക കൂടി ചെയ്തു. അതൊക്കെ നമുക്ക് ഒരു പരാജയ കാരണമായിരുന്നു. എന്നാൽ 1857 വിപ്ലവത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കലാപത്തിന് ശേഷം ഗവൺമെൻറ് സൈനിക ഘടനയിൽ മാറ്റം വരുത്തി. ബംഗാൾ സേനയിൽ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള അനുപാതം 2:1 ആക്കി മാറ്റി. 1857 കലാപം ആധുനിക ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും ഗണ്യമായ സംഭാവനകൾ നൽകി. ഇതു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയും കൂടിയുള്ള ദ്വിഭരണം അവസാനിക്കുകയും ഇന്ത്യയിലെ ഭരണം ഇംഗ്ലീഷ് ഭരണാധികാരിയുടെ അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ചുമതലയിലാക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി പിരിച്ചുവിട്ടു. ഗവർണർ ജനറലിൻ്റെ സ്ഥാനപ്പേര് വൈസ്രോയി എന്നാക്കി മാറ്റി. ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ സ്ഥാനത്ത് ഇന്ത്യയുടെ ഭരണപരമായ കാര്യങ്ങൾക്കായി ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നിയമിതനായി. അതുപോലെ തന്നെ മറ്റൊരു മാറ്റമായിരുന്നു ഇന്ത്യയിലെ മുഗൾ വംശത്തിൻ്റെ അന്ത്യം കുറിച്ചത്. പിന്നെ അതുപോലെ സുപ്രധാന മാറ്റങ്ങളെല്ലാം 1858 നവംബർ 1 വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരത്തിലായിരുന്നു. അപ്പോൾ 1858 നവംബർ 1 വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരത്തിൽ ഭരണപരമായ മാറ്റങ്ങളെല്ലാം അറിയിച്ച. 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ രംഗത്തും പിന്തിരിപ്പൻ നയങ്ങളാണ് അനുവർത്തിച്ചത്. നമുക്കറിയാം, ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നു അവരുടെ ഒരു നയം എന്ന് പറയുന്നത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി കലാപത്തിലെ പ്രധാനികൾ ആരെല്ലാം, അവർ എവിടെയൊക്കെയാണ് കലാപം നടന്നത്, അവിടെ നയിച്ചവരാരെല്ലാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി ഇതിന് പിറകെ വരുന്നതായിരിക്കും. എന്തായാലും നന്നായി പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.